വഴികാട്ടി. അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ പുതുതലമുറയ്ക്ക് വഴികാട്ടുന്ന വാക്കുകൾ. പ്രിയപ്പെട്ട കുട്ടികളെ, എൻ്റെ സഹപ്രവർത്തകരെ, നിങ്ങൾക്ക് നമസ്കാരം. ശ്രീനാരായണ ഗുരുവിൻ്റെ ഈരടികൾ അനുസ്മരിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ വായന നിങ്ങളിലേക്ക് കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അവനവൻ ആത്മസുഖത്തിനായി ആചരിച്ചിടുന്ന കർമ്മങ്ങൾ ഓരോന്നും അപരന്റെ നന്മയ്ക്കായി വരണം. ഈ ചലനത്തിനർത്ഥമുണ്ടായിടണം. ഈ വരികളിലൂടെ നാം ഓർക്കുന്നത് മറ്റുള്ളവർക്ക് നാം കൊടുക്കേണ്ട പരിഗണനയും അതുവഴി നമുക്കും മറ്റുള്ളവർക്കും ലഭിക്കുന്ന സംതൃപ്തിയും സന്തോഷം ഒന്ന് വേറെ തന്നെയാണെന്ന്. ഇന്ന് സമൂഹത്തിൽ ദുർലഭമായി കാണുന്നതും എന്നാൽ എല്ലാവരും ആഗ്രഹിക്കുന്നതുമായ ജീവിത സാക്ഷാത്കാരത്തിന് നമുക്ക് ആവശ്യമായ ഒന്നാണ് ഇത്. എന്താണ് ഈ പരിഗണന മനോഭാവം എന്ന് വെച്ചാൽ, കുട്ടികളായ നിങ്ങൾക്ക് എല്ലാവരും നിങ്ങളെ സ്നേഹിക്കണം, ബഹുമാനിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. ഇതേ കാര്യം തന്നെ മറ്റുള്ളവരും കൊടുക്കാൻ, പരിഗണിക്കാൻ, അവരെ സ്നേഹിക്കാൻ നമുക്ക് കഴിയണം. ഇതിന് നമുക്ക് കഴിയാറുണ്ടോ? ക്ലാസ് മുറികളിലും വീടുകളിലും കളിസ്ഥലങ്ങളിലും എന്ന് വേണ്ട സമൂഹത്തിൽ നാം എവിടെയൊക്കെ ചരിക്കുന്നുണ്ടോ അവിടെയൊക്കെ ഈ ഒരു പ്രവണത, മറ്റുള്ളവരെ പരിഗണിക്കുന്ന ഒരു സംസ്കാരം നമുക്കുണ്ടോ? ഇല്ലെങ്കിൽ അത് വളർത്തേണ്ടിയിരിക്കുന്നു. ക്രിസ്തുദേവൻ തൻ്റെ ശിഷ്യരോട് പറഞ്ഞതും മറ്റൊന്നല്ല. അതായത്, മറ്റുള്ളവർ നിനക്ക് ചെയ്തു തരണമെന്ന് നീ ആഗ്രഹിക്കുന്നത് നീ അവർക്ക് ചെയ്തു കൊടുക്കുക. ഇതിന് കഴിയണമെങ്കിൽ നമുക്ക് നല്ല പുസ്തകങ്ങൾ വായിച്ച് നല്ല മനോഭാവ രൂപീകരണത്തിനുള്ള ഒരു ശ്രമം നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം. പുസ്തകങ്ങൾ സെലക്ട് ചെയ്യുന്നതിൽ നിങ്ങളുടെ അധ്യാപകർ, മാതാപിതാക്കളൊക്കെ നിങ്ങളെ സഹായിക്കുമല്ലോ. ഈ തരുണത്തിൽ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് മറ്റൊന്നുകൂടിയാണ്. മാധ്യമങ്ങൾ നമ്മെ വളരെയധികം സന്തോഷിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഈ മാധ്യമ സംസ്കാരത്തിൽ കടന്നു കയറിയിട്ടുള്ള ഒരു പ്രവണതയാണ് ഏതു വിധേനയെങ്കിലും എനിക്ക് സന്തോഷം കിട്ടുവാൻ വേണ്ടി മറ്റുള്ളവരെ മുറിവേൽപ്പിക്കുന്നതിനുള്ള ഒരു പ്രവണത. നമുക്ക് അതിനെ വേരോടെ